ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ് കേട്ടോ. സമയവും അവിടുത്തെ പ്രസാദവും അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മഹത്വവും ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ ബ്രഹ്മസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു വീട് വയ്ക്കണമെങ്കിൽ ബ്രഹ്മസ്ഥാനം ഉണ്ടല്ലോ, അതുപോലെ നഗരത്തിനും ഒരു ബ്രഹ്മസ്ഥാനമുണ്ട്, ഒരു സ്ഥലത്തിന്. ആ ബ്രഹ്മസ്ഥാനത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൂലവിഗ്രഹം അനന്തശയനം രൂപമാണ്. അത് കടുശർക്കരക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പോയിട്ടുള്ളവർക്കറിയാം, ഭഗവാന്റെ വിഗ്രഹം എന്തോ ഒരു തേജസ്സാണ്, എന്തൊരു വലിപ്പമാണെന്നറിയോ. ഭഗവാൻ നേരിട്ട് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ജീവൻ തുടിക്കുന്ന വിഗ്രഹമാണ്, ജീവനുള്ള വിഗ്രഹമാണ് ഭഗവാന്റെ. കടുശർക്കരക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുർവേദ മരുന്നുകളുടെയും അത് മാത്രമല്ല ഒത്തിരി മണ്ണിനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടിക്കുഴച്ച് നിർമ്മിക്കുന്ന ഒരു പ്രത്യേകതരം കൂട്ടാണ് കടുശർക്കരക്കൂട്ട് വിഗ്രഹങ്ങൾ അപൂർവമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് മഹത്കരമാണ്, പാപമോചനവുമാണ്. അതുമാത്രമല്ല, ഭഗവാന്റെ മൂലവിഗ്രഹമായ അനന്തശയന വിഗ്രഹം അഭിഷേകം ചെയ്യാറില്ല. അത് മയിൽപ്പീലി കൊണ്ട്, അതിൽ പൂക്കൾ, അഭിഷേകത്തിന്റെ പൂക്കൾ മയിൽപ്പീലി കൊണ്ടാണ് തഴുകി ആ പൂക്കളെ മാറ്റുന്നത് നിർമ്മാല്യ ദർശനത്തിന്. അത് മാത്രമല്ല, ഭഗവാന്റെ വിഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അതെന്തെന്നാൽ 1008 സാളഗ്രാമ ശിലകൾ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ അകത്ത് നിറച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രത്യേകതയാണ് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ. ഏകദേശം 12 സാളഗ്രാമങ്ങൾ ഒന്നിച്ചാൽ മഹാക്ഷേത്രമാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ 1008 സാളഗ്രാമങ്ങളാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഗ്രഹ മഹത്വം നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. മാത്രമല്ല, ഖണ്ഡകി നദിയിൽ നിന്നാണ്, നേപ്പാളിലെ ഖണ്ഡകി നദിയിൽ നിന്നാണ് ഈ സാളഗ്രാമങ്ങൾ തിരുവനന്തപുരത്ത് അന്നത്തെ ഭരണാധികാരികൾ എത്തിച്ചത്. നേപ്പാളിലെ ഭരണാധികാരി ആനപ്പുറത്ത് കയറ്റി വിട്ടു എന്നൊക്കെയാണ് ഐതിഹ്യം. 24,000 സാളഗ്രാമങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടുത്തുവിട്ടു എന്നും അതിൽ 1008 സാളഗ്രാമങ്ങൾ ഭഗവത് വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ചു. ബാക്കിയുള്ളവ പത്മതീർത്ഥക്കുളത്തിൽ ഒരു കുടത്തിലോ എന്തിലോ ആക്കിയിട്ട് കുഴിച്ച് ഇട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസമാണ്. ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു മഹത് ചൈതന്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഉണ്ട് കേട്ടോ. ഇനി ഭഗവാന്റെ വിഗ്രഹ വർണ്ണന കേൾക്കാം. 2 തൃക്കൈകളാണ് ഭഗവാന് വിഗ്രഹത്തിലുള്ളത്. നാഭിയിൽ താമരയിൽ ബ്രഹ്മാവ് ഉണ്ട്. വലതുകൈ ശിവലിംഗത്തിൽ സ്പർശിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ശിവലിംഗത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അപൂർവമായ ശൈവസാളഗ്രാമ ശിലയിലാണ് ഈ ഭഗവാന്റെ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. അത് സ്പർശിച്ചു കൊണ്ടാണ് മഹാവിഷ്ണു ഭഗവാൻ അനന്തശയനത്തില് കിടക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ക്ഷേത്രത്തിന് ഭഗവാൻ ഇരിക്കുന്ന വിഗ്രഹമുണ്ട്, നിൽക്കുന്ന വിഗ്രഹമുണ്ട്, കിടക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമുണ്ട്. കിടക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം എന്ന് പറയുന്നത് അനന്തശയന രൂപമാണ്. ഇരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ ഉത്സവ സമയങ്ങളിൽ പുറത്ത് എഴുന്നള്ളിക്കുന്ന വിഗ്രഹമാണ്. ഭഗവാൻ നിൽക്കുന്ന വിഗ്രഹമാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ഒരു അമ്പലത്തില് ഈ 3 ഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അതിവിശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് തന്നെ ഈ 3 ഭാവത്തിലുള്ള ഭഗവാന്മാരുടെ വിഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ. അത് വളരെ വളരെ വിശേഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്തതായിട്ട് പുറകിൽ കടുശർക്കര രൂപത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട തെക്കുനിന്ന് വടക്കോട്ട് ചാമരം വീശുന്ന സ്ത്രീ രൂപങ്ങളുണ്ട്. ഗരുഡ ഭഗവാൻ, നാരദൻ, തുമ്പുരു, 6 ആയുധ പുരുഷന്മാർ, മുകളിൽ സൂര്യൻ, സപ്ത ഋഷികൾ, ചന്ദ്രൻ, മുൻപിൽ ലക്ഷ്മി ദേവി, ഭൂമിദേവി. ഭഗവാന്റെ ഭാര്യമാരായ ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഇവരുടെ പിതൃസ്ഥാനം വഹിച്ചുകൊണ്ട് മാർക്കണ്ഡേയ മുനി ലക്ഷ്മി ദേവിയുടെ പിതാവായിട്ടും ഭൂമിദേവിയുടെ പിതാവായിട്ട് ഭൃഗു മഹർഷിയുമാണ് കുടികൊള്ളുന്നത്. ഇതൊരു സമാധി ക്ഷേത്രമെന്നും ഒരു പരാമർശമുണ്ട് കേട്ടോ.
ഇത് അഗസ്ത്യർ മുനിയുടെ സമാധി ക്ഷേത്രമാണെന്നും ഭഗവാന്റെ കാൽപാദത്തിന് താഴെയാണ് അഗസ്ത്യർ മുനിയുടെ സമാധി എന്നും ഒരു വിശ്വാസമുണ്ട്. മാത്രമല്ല 7 മുക്തിസ്ഥാനങ്ങളിൽ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി 3 വാതിലുകളുടെ, അതായത് ഭഗവാന്റെ അനന്തശയന രൂപത്തിന് 3 വാതിലുകളാണ് ഉള്ളത്. ഈ 3 വാതിലുകൾ ഭൂതം, ഭാവി, വർത്തമാനം സങ്കല്പിച്ചാണെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നു. ഇനി രസകരമായിട്ടുള്ള, അതും അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം പറയട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പുറത്ത് നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ വേദവ്യാസന്റെ ശ്രീകോവിൽ കഴിഞ്ഞ് താഴെ നീണ്ട ജനലുകൾ ഉണ്ട്. ആ ഭാഗം ഭഗവാന്റെ തൃപ്പാദമാണ്. അവിടെ 2 പല്ലികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോളൂ. 2 സ്വർണ്ണ നിറത്തിലുള്ള പല്ലികൾ അവിടെ ഉണ്ട് കേട്ടോ. ആ 2 പല്ലികളുടെ കഥ ഇങ്ങനെയാണ്. ശങ്കരനും ലിഖിതനും എന്നു പേരുള്ള 2 മുനിമാർ ഉണ്ടായിരുന്നു. അവർ ഒരു ഋഷിയുടെ ശിഷ്യന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ ഋഷിക്ക് പൂജയ്ക്കായിട്ട് ആ ശിഷ്യന്മാർ പൂവ് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പൂവ് കൊണ്ട് കൊടുത്തപ്പോൾ അതിൽ നിന്നും 2 ഗൗളികൾ പുറത്തു ചാടി. ഇങ്ങനെ പുറത്തു ചാടിയപ്പോൾ ക്ഷുഭിതനായിട്ടുള്ള ആ ഒരു ഗുരുനാഥൻ 2 ശിഷ്യന്മാരെയും ശപിച്ചു. നിങ്ങൾ ഗൗളികളായിട്ട് പിറക്കട്ടെ എന്ന്, പല്ലികളായിട്ട് പിറക്കട്ടെ എന്ന് ശപിച്ചു. അപ്പോഴാണ്, കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഗുരുവിന് മനസ്സിലായത് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ളത്. ഋഷിമാർക്കും ഗുരുക്കന്മാർക്കും ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. അങ്ങനെ അറിയാതെ ശപിച്ചു പോയതാണ്. അപ്പോൾ തന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഗുരുവിന് വല്ലാതെ വിഷമം തോന്നി. അങ്ങനെ ഗുരു പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ കാൽപാദം ഇരിക്കുന്ന ഭാഗത്ത് പുറത്തു പോയിട്ട് ഇരുന്നോളൂ. അപ്പോഴ് ഭക്തന്മാർ നിരന്തരം നിങ്ങളെ ഭഗവാന്റെ കാൽ തൊട്ട് തൊഴുമ്പോൾ നിങ്ങളെയും തൊടുവല്ലോ. അങ്ങനെ തൊടുന്നതോടെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ 2 പല്ലികളും അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഇനി പോകുമ്പോൾ ആ പല്ലികളെ തൊട്ട് തൊഴുതോളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അശ്വാരൂഢയായ പാർവതി ദേവിയുടെ ഒരു ചിത്രമുണ്ട് അവിടെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ചിത്രമാണ് കേട്ടോ. അതെന്ന് പറയുന്നത് സപ്തമാതൃക്കളും ബലിക്കല്ലിന്റെയും അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സത്യസന്ധമായി അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാര് അവിടെ പോയി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നല്ല പത്നിമാരെ, ഭാര്യമാരെ കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. അത് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുത്തെ സമയക്രമം നോക്കാം. അമ്പല ദർശനം ഏതൊക്കെ സമയത്താണ് എന്ന് നോക്കാം. 3:30 നട തുറക്കും. 4:45 വരെയാണ് അപ്പോഴുള്ള ദർശനം. 3:30 തുറന്നിട്ട് 4:45 വരെയാണ്. അത് കഴിഞ്ഞ് 6:30 മുതൽ 7 മണി വരെയാണ് അടുത്ത ദർശനം. ഇത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിയും. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് 8:30 മുതൽ 10 വരെ അടുത്ത ദർശന സമയമാണ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം 10:30 മുതൽ 11:45 വരെയും 12 മണി വരെയുമാണ് ദർശന സമയം. 12 മണിക്ക് നട അടച്ചാൽ 5 മണിക്ക് നട തുറക്കുന്നു. 6:15 മുതൽ 30 മിനിറ്റിന് ശേഷം 6:45 മുതൽ 7:30 വരെയാണ് പിന്നെയുള്ള ദർശനം കേട്ടോ. 7:30ക്ക് നട അടയ്ക്കുന്നു. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദർശന സമയം. ഞാൻ മുകളിൽ അതിന്റെ ഒരു പിക്ചർ കൊടുത്തേക്കേട്ടോ, സമയത്തിന്റെ പിക്ചർ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. അത് വളരെ ഞാനൊരു തിരുവനന്തപുരത്തുകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അഭിമാനമാണ് തിരുവനന്തപുരത്താണെന്ന് പറയാൻ. തിരുവനന്തപുരം ഭഗവാന്റെ തന്നെ നാട്. അതായത് മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം എന്നുള്ള മഹത് കർമ്മത്തിലൂടെ ഒരു നാടിനെ തന്നെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചിട്ട് ഭരണം നടത്തി. ഒരു സേവകനായിട്ട് ഭരണം നടത്തി കേട്ടോ. അത്ര മഹത്തായിട്ടുള്ള നാടാണ് പത്മനാഭസ്വാമി കുടികൊള്ളുന്ന തിരുവനന്തപുരം. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു തിരുവനന്തപുരംകാരന് അല്ലെങ്കിൽ തിരുവനന്തപുരംകാരിക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഓരോ സിനിമയിലും ഓരോരുത്തും നമ്മുടെ തിരുവനന്തപുരത്തിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എല്ലാവരും അങ്ങനെയൊന്നും അല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ഭഗവാന്റെ സ്വന്തം നാടാണ് നമ്മുടെ തിരുവനന്തപുരം.
കേരളത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു നാട് തിരുവനന്തപുരം തന്നെയാണ്. അതിന് കാരണം നമ്മുടെ ആരുടെയും മഹത്വമല്ല, തിരുവനന്തപുരത്തുകാരുടെ മഹത്വമല്ല, ആ പത്മനാഭന്റെ മഹത്വമാണ്. അദ്ദേഹം അവിടെ അനന്തശയന രൂപത്തിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം ഇത്രയും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. അത് ഉറപ്പായിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ പത്മനാഭസ്വാമിയെ കാണാൻ വരിക. അവിടെ വന്നിട്ട് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ കുതിരമാളികയുണ്ട്. 70 രൂപയാണ് അവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സംഗീത ചക്രവർത്തിയായിട്ടുള്ള സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത്. അതിന്റെ അകത്ത് കയറിയാൽ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാരും കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് കുതിരമാളികയിലും കയറി കാണണം കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. സ്ഫടികത്തിൽ നിർമ്മിച്ച സ്ഫടിക സിംഹാസനം തൊട്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായി മാറില്ല. സ്വാതി തിരുനാൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും കേട്ടോ. അവിടെ കുതിരമാളിക എന്ന പേര് വരാൻ കാരണം കുതിരകളുടെ രീതിയിൽ ഇവിടെ നിർമ്മിത ഉള്ളത് കൊണ്ടാണ് കുതിരമാളിക എന്ന് പേര് വരാൻ കാരണം. എല്ലാവരും ഒന്ന് കയറി കാണുക. അവിടെ ഗൈഡ് ഉണ്ട്. ഗൈഡിന് ഫ്രീ ആണ്, ഗൈഡിന് പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. ടിക്കറ്റ് മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് അകത്ത് കുറച്ച് പൈസ അടയ്ക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടോളൂ. നല്ലതായിട്ട് ഭഗവാൻ തൊഴുക. മുൻ ജന്മ സുഹൃതം തന്നെയാണ് ഭഗവത് ദർശനം എന്ന് പറയുന്നത്. ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും അകന്നു പോകും. അതുമാത്രമല്ല ഭഗവാന്റെ ഒരു പ്രസാദം ഉണ്ട് കേട്ടോ. ഭഗവാന്റെ പ്രസാദത്തിന്റെ കാര്യം കൂടെ പറയാം. അവിടെ ഭഗവാന് അരവണ പ്രസാദമാണ്. അത് മാത്രമല്ല ഉപ്പുമാങ്ങയും പ്രസാദമുണ്ട്. പക്ഷെ അതെല്ലാം എപ്പോഴും ലഭിക്കില്ലായിട്ട് ഉപ്പുമാങ്ങ, അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ പ്രസാദമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അരവണ എപ്പോഴും കൗണ്ടറിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോഴെല്ലാവരും പോയി ആ ദർശന സായുജ്യം നേടുക. നമ്മുടെ തിരുവനന്തപുരത്തോട്ട് എല്ലാവരും വരിക കേട്ടോ. ഭഗവാനെ കൺകുളിർക്കെ കാണുക. പിന്നെ ഒരു കാരണവശാലും പോകുമ്പോൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ചോ ഒന്നും അവിടെ അലൗഡ് അല്ല. അതുപോലെ തന്നെ മുണ്ടായിരിക്കണം വേഷം. സ്ത്രീകൾ ചുരിദാറ് ഇടുന്നെങ്കിൽ പോലും അതിൻ്റെ പുറത്തുകൂടെ ഒരു മുണ്ട് ധരിക്കണം. അവിടുത്തെ ഒരു ആചാരം അതാണ് കേട്ടോ. മുണ്ട് കൊണ്ടുവരാണ്ട് വരികയാണെങ്കിൽ, പെയിന്റ് ധരിച്ചോ അല്ലെങ്കിൽ ചുരിദാർ ധരിച്ചോ വരികയാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കാനും കിട്ടും. പിന്നെ ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും സേഫ് ആയിട്ടിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാനെ തൊഴാനായിട്ട് വന്നോളൂ, സന്തോഷമായിട്ട് തൊഴുതിട്ട് പൊയ്ക്കോളൂ. നിങ്ങൾക്ക് പത്മനാഭസ്വാമിയുടെ ദർശനം കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പകുതി ദുരിതങ്ങൾ മാറിപ്പോകും കേട്ടോ. എല്ലാവരും വരിക, ഭഗവാനെ തൊഴുക. ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.